ഇസ്ലാമിലെ ആചാര അനാചാര വിഷയം ഇനി എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോവാം. മുടിയാറെന്തെങ്കിലും എങ്ങനെ വേണമെങ്കിൽ നെയ്ത് കെട്ടാന്ന് ചെല്ലിയ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഉസ്താദിന് സബ്ജക്ട് കൊടുത്തു, ഇസ്ലാമിലെ ആചാര അനാചാര. അയാൾ ഫസ്റ്റ് വന്നിട്ട് ചെല്ലി നിസ്കരിക്കൽ ആചാര, നിസ്കരിക്കാതിരിക്കൽ അനാചാര. നോമ്പെടുക്കൽ ആചാര, നോമ്പെടുക്കാതിരിക്കൽ അനാചാര. സക്കാത്ത് കൊടുക്കൽ ആചാര, സക്കാത്ത് കൊടുക്കാതിരിക്കൽ അനാചാര. എല്ലായിട്ട് പോയപ്പോ അയാളായിട്ട് കേട്ടാൽ നല്ല ഉസ്താദ് ഇതെന്ത് ബിസിയാ, ഇതെല്ലാവരും ഗൊന്തില്ലേ നിങ്ങൾ ഇതാ അനാചാര ആചാര നിങ്ങൾ കറക്റ്റ് എന്ന് ചൊന്നിട്ടില്ല. അപ്പൊ അയാൾ ചെന്നല്ല കറക്റ്റ് ചൊന്നെങ്കിൽ നെട്ട് തന്നെ വിളിക്കല്ലോ ഒരു സുഖം വാളുക എങ്ങനെ ചൊന്നെങ്കിൽ എല്ലാരും ഒത്തുണ്ട്. ഞങ്ങൾ ചോദിച്ച അനാചാര എല്ലാരും ഒത്തു. ഇത് ചൊന്നെങ്കിൽ നക്കും സമസ്യയില്ല, നക്കും സമസ്യയില്ല, ഇത് റകളില്ല. ഏത് നിസ്കരിക്കൽ ആചാര, നിസ്കരിക്കാതിരിക്കൽ അനാചാര, അങ്ങനത്തെ വാള് ചെല്ലിക്ക് എന്തില്ല. പിന്നെ വന്നിട്ട് കമ്മിറ്റിക്കാരെ എല്ലാരും പോതിട്ട് ആകാശത്തിൽ വെച്ചിട്ട് പോയ നെക്സ്റ്റ് ചെന്ന് ആറില്ലെങ്കിൽ അയലൊരു സ്ഥതി കട്ടുന്നു എന്തിനി അങ്ങനെ മോലുതോതും. അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് ചെല്ലിയോണ്ട് പോകാം. അള്ളാഹു തആല റഹ്മത്തും റാഹത്തും ബറക്കത്തും നൽകട്ടെ. ആർക്കെങ്കിലും ബേജാറായെങ്കിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മോശമൊന്നുമില്ല. ബിസ്മില്ലാ. അള്ളാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇസ്ലാമിലെ ആചാരം, നമ്മൾ മുസ്ലിം ആകണം. ഫസ്റ്റ് ഞാനും നിങ്ങളും ഇസ്ലാമിനെതിരെ വരുന്ന കാര്യങ്ങൾക്ക് പ്രതിഭട്ടണ വേണു. 1 അല്ല 4 അല്ല 10 അല്ല 15 അല്ല, എത്ര വേണു അത്ര വേണു. എല്ലാത്തിലും കൂടെയും വേണം. അള്ളാഹു എല്ലാം ലോക മുസ്ലിമീങ്ങൾക്ക് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ മുസ്ലിം ആകണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു നമ്മളെപ്പോലത്തെ മുസ്ലിമീങ്ങളാണ്. നമ്മളെപ്പോലത്തെ മുസ്ലിമിന്റെ പേര് പറഞ്ഞു നടന്നിട്ട് ഉള്ളിൽ ഇസ്ലാമും ഈമാനും ഇല്ലാത്തവരാണ് ഇസ്ലാമിന്റെ ശത്രു. അപ്പൊ നമ്മൾ ആദ്യം മുസ്ലിം ആവുക. ഇസ്ലാമിൽ ചിന്തിക്കേണ്ടത് മാത്രം ചിന്തിക്കുക, പഠിക്കേണ്ടത് മാത്രം പഠിക്കുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു മതസ്ഥരുടെ ക്ലാസുകൾ കേൾക്കുന്നതിനെ തൊട്ട് തടഞ്ഞു. എന്തിനാണ്? ഹബീബ് തങ്ങളുടെ സ്വന്തം ഉമർ അതിലേക്ക് ചാഞ്ഞു പോകുമെന്നോ മതം വിട്ടുപോകുമെന്നോ പേടിച്ചിട്ടല്ല. പിന്നെ അത്തരം കാര്യം പിൽക്കാലത്ത് വരുന്ന ആളുകൾ കേൾക്കാനും അറിയാനും അങ്ങനെ പഠിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോ അത് ഇസ്ലാമിക ഈമാനിക പവറുള്ള ഉമറുൽ ഫാറൂഖ് തങ്ങളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ അവസ്ഥ എന്താണ്? ഇന്നിപ്പോ എല്ലാ മുസീബത്തും വരുന്ന കേരളത്തിൽ അല്ലാന്നല്ല, തങ്ങന്മാരും സാലിഹ്യങ്ങളും ഔലിയാക്കന്മാരും എല്ലാവരും ഉണ്ട്, ഇല്ല എന്നൊന്നുമല്ല, എല്ലാം ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. പിന്നെ ഈ മുസീബത്തായ അനാചാരത്തിന്റെ എല്ലാ സുഡ്ഗാട് തുടങ്ങുന്നതാണ്. എങ്ങനത്തെ എല്ലാം പുതിയത് അനാചാരം ഒരു സൈഡെങ്കിൽ ദീനില്ലാത്ത നമ്മുടെ കർണാടകത്ത് ഘട്ടഭാഗത്തും ഇവിടെ എക്സ് മുസ്ലിം ഇല്ല. ലോകത്ത് പരസ്യമായി എക്സ് മുസ്ലിം പ്രവർത്തിക്കുന്നവരുള്ളത് കേരളത്താണ്. നമുക്ക് കേരളത്തോട് പ്രത്യേക ചൊടിയൊന്നും ഉണ്ടായിട്ട് പറയുന്നല്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് കേട്ടു. 2 ലക്ഷം റുപ്യന്റെ ചോക്ലേറ്റ് ക്രെയിനിൽ കൊണ്ടുവന്നിട്ട് പെണ്ണിന് കൊടുത്ത് ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ. സുബ്ഹാന ജല്ല ജലാലു. ഉമ്മയെയും പെങ്ങളെയും ഉമ്മാമയും ഉപ്പാപ്പയും കൊന്നുകളഞ്ഞത് ഘട്ടത്ത്, ദീനില്ലാത്ത ഘട്ടത്തല്ല ഇത്. ഇതെല്ലാം വളരെ വിദ്യാഭ്യാസവും വളരെ സാമ്പത്തികമായും എഡ്യൂക്കേഷനിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥകളാണ്. അപ്പോ നമ്മൾ നല്ലത് മാത്രം നോക്കുക. നമ്മൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നമ്മളൊരു പൂർണ്ണ മുസ്ലിമാകാം. ഇല്ല ഇരിക്കുന്ന വേദനിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ്. സീറിനെന്തും ഇല്ലല്ലോ ഇന്ന്? ഇല്ല, സീറിനില്ല, വേദനിപ്പിക്കാം. സീറിന്റെ ബഗയിൽ അവല ഒരു കാമണിക്കൂർ വേദനിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാനും നിങ്ങളും മുസ്ലിമാണോ? ഇന്ന് രാത്രി പോയി കടന്നുറങ്ങുമ്പോൾ ചിന്തിക്കുക, ഞാൻ മുസ്ലിമാണോ? ഞാനൊരു പൂർണ്ണ മുസ്ലിമാണോ? എന്റെ ആചാരം, എന്റെ വിചാരം, എന്റെ കച്ചവടം, എന്റെ വീട്, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ വീട്ടിലെ കല്യാണം, മറ്റുള്ള കാര്യപരിപാടികൾ, പ്രോഗ്രാമുകൾ, മറ്റുള്ളത്, ഇത് അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ടതാണോ ഇഷ്ടപ്പെടാത്തതാണോ എന്ന് ഞാനും നിങ്ങളും ഇരുന്ന് ചിന്തിച്ച്, ഞാൻ മുസ്ലിമാണോ നിങ്ങൾ മുസ്ലിമാണോ? ഞമ്മക്കതല്ല പണി. ഞമ്മക്ക് ഓ സമയമില്ല.
ഏതെങ്കിലും ഒരു ജമാഅത്തിൽ പോയിട്ട് പാപ്പത്തിന്റെ ഉസ്താദുമാർ നിൽക്കുമ്പോ ഓരോരുത്തർ ബീലാടിച്ചോണ്ട് വരുന്നു. ഉസ്താദ് ഒണ്ടത്തിൽ മുട്ടാക്കണ്ട, ഒന്നത്തിൽ ആൾ ഡേഞ്ചർ, ജാഗ്രത ആക്കോറും വന്നിട്ട് ഉസ്താദ് ശരിയിൽ റൂമിൽ തെച്ചിട്ടില്ല. കമ്മിറ്റിക്കാർ ചെന്ന് ഉസ്താദ് മുന്നത്തെ കമ്മിറ്റി കൊണ്ടു അങ്ങനത്തെ യാറാ കോണ്ടാക്ട് വേണ്ട, ഏത് കഴിഞ്ഞു പോയ കമ്മിറ്റി ഉണ്ടല്ലേ. ഉസ്താദ് ഭാര്യ ജാഗ്രതയിൽ നിന്ന് കമ്മിറ്റി ചേഞ്ച് ചെയ്തു, പുതിയ കമ്മിറ്റി ചെല്ലി അങ്ങനെ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ട, ഈ ഉസ്താദ് ആവല്ല. നാട്ടില് ഓരോരുത്തരുടെയും നാടിനെ പറ്റി എല്ലാവരുടെ അഭിപ്രായം അങ്ങനെ. ഉസ്താദ് എവിടെ ആകുമ്പോ ഞങ്ങൾ ഈ റായ ഉണ്ടല്ലേ, ഇതുപോലത്തെ ഒരു റായ ഇല്ല. എല്ലാ നാട്ടിൽ ആരോട് പോയിട്ടും അങ്ങനെ റായത്തെ കേട്ടെങ്കിൽ അങ്ങനെ മേജുണ്ട്. എന്തിന് ഇത്ര പിത്തന പസാദ റായ വേറെ ഓടെ ഇല്ല. എല്ലാ നാട്ടിന്റെ അവസ്ഥ അത്ര തന്നെ. പെർസെന്റേജ് യാറെ കുറച്ചിരിക്കുന്നല്ലാതെ എല്ലാ നാട്ടിന്റെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. നമ്മൾ സ്വന്തമായി അയൽവാസിയുടെ ദീന് നോക്കേണ്ടവരല്ല. അയൽവാസി നന്നായെങ്കിലും ബേജാറായെങ്കിലും നമ്മളോട് അല്ലാഹു ചിലപ്പോ ഓരോ ദീനിനെ പറ്റി ചോദിക്കൂല. ഓരോ നിസ്കാരത്തിന്റെ പേരിൽ ശിക്ഷ നമ്മൾ ഏറ്റെടുക്കണ്ട. നമ്മൾ ഹാസിബു ഖബല അൻ തുഹാസബു. കുറച്ച് സൗണ്ടല്ലേ കൂട്ടിങ്ങനല്ല, നാളെ മറ്റന്നാൾ വയലുണ്ട്, മോണിറ്റർക്ക് കുറച്ചൊക്കെ കൂട്ടാം, കുറച്ച് ബാസല കുറച്ച് വേണമെങ്കിൽ കൂട്ടാം, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവാത്ത പോലെ. ആടെ ഇരിക്കുന്ന ആൾക്ക് എത്ര കുറച്ചെങ്കിൽ പോവും, എന്താക്കിയെങ്കിൽ പോവും. യമാൻ ഉസ്താദ് ചെല്ലി മൈക്ക് 1.5 മൈക്കാണ് അങ്ങനെ ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നത്. സെറ്റായിട്ട് വരണത്തൊരു കാമണിക്കൂറെല്ലാകുമ്പോൾ സെറ്റാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇലക്ട്രിക് സാധനം എന്താക്കിയിട്ട് ഗുണമില്ല, ചിലപ്പോൾ ഉൾട്ട തിരിച്ചത് അപ്പുറമായിട്ട് ഇപ്പുറമായതും ഉണ്ട് അല്ലേ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞാനും നിങ്ങളും മുസ്ലിമാണോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാളുടെ നാവ് കൊണ്ടും കൈ കൊണ്ടും ഒരാളും ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഓൻ മുസ്ലിമല്ല. എന്റെ വാക്ക് കൊണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്കാർക്കും ബേജാറാവാൻ പാടില്ല. ദീന് പറഞ്ഞതിൽ ബേജാറ് ആയില്ലെങ്കിലും സാരല്ല. അങ്ങനെയാണ് ആലിമീങ്ങൾ ഉസ്താദുമാർ അവരെ കമ്മിറ്റിക്കാർ ഭരിക്കാൻ പാടില്ല ദീനിന്റെ വിഷയത്തിൽ. ഏറ്റവും വലിയ അനാചാരം, ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് വയലു പറഞ്ഞു, എല്ലാ അനാചാരത്തിനെയും കമ്മിറ്റി കടിവാണിടണോന്ന്. പോകുമ്പോ ബാലക്കാർ ഉസ്താദ് ഈ റായത്തിൽ ഈ കമ്മിറ്റി ഇല്ലാണ്ടായെങ്കിൽ വേറെന്ത് തൊന്തരല്ല, ഈ റായത്തിന് വലിയ മുസീബത്ത് ഈ കമ്മിറ്റി മാത്ര. എല്ലാവർക്കും ബേജാറ് ഈ കമ്മിറ്റിനെ ചൊല്ലിട്ട് കളാട്ടെ, മീറ്റിംഗിൽ കളാട്ടെ, ജനറൽ ബോഡിയിൽ കളാട്ടെ, അതിന്റെ പേരിൽ പിന്നെ വേറെ കളാട്ടെ, പിന്നെ വേറെ മീറ്റിംഗ്, വേറെ ഔത്തറുകൾക്ക് വേറെ, ഗുഡ്ഡര പിറകുല് വേറെ, അപ്പറ വേറെ, ഇപ്പറ വേറെ. നാട്ടിന്റെ തിന്മയും ബേജാറും വേണ്ടാത്തരങ്ങളും വേണ്ടതും ഇരുന്ന് തീർമാനമെടുത്ത് നാടിനെ ഇസ്ലാമിക ചറ്റക്കൂട്ടിലാക്കണ്ട. കമ്മിറ്റി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സമ്പ്രദായത്തിലുള്ള പള്ളി കമ്മിറ്റികൾ ഇന്ന് ഏറ്റവും വലിയ അനാചാരത്തിന്റെ ജനറൽ ബോഡികളാണ്. കള്ളം പറഞ്ഞുകൊണ്ടിട്ടുള്ള അധികാരമോഹം കൊണ്ട് കള്ള് വിളമ്പുന്നത് പോലോ ഉണ്ടെന്ന് കേൾക്കുമ്പോ എന്ത് പറയാനാണ്? എന്തിന്? സ്ഥാനം പിടിച്ചു പറ്റാൻ ലഹരി കൊടുത്തിട്ട്, കള്ള് കൊടുത്തിട്ട് സ്ഥാനത്തിൽ കയറുന്നവർ ഈ കാലഘട്ടത്തിൽ എവിടെ? രാഷ്ട്രീയത്തിലല്ല, പഞ്ചായത്തിലല്ല, മുനിസിപ്പാലിറ്റിയിലല്ല, പള്ളിയുടെ കമ്മിറ്റിയിൽ ഉന്നത സ്ഥാനം കൊട്ടാൻ വേണ്ടിയിട്ട് ഹറാമിൽ വഴിപ്പെടുന്നവർ പോലുമുണ്ടെന്ന് കേൾക്കുമ്പോ പിന്നെങ്ങനെ കമ്മിറ്റി എന്ന് പറയുന്ന എല്ലാ കമ്മിറ്റിയും അല്ല, നല്ല കമ്മിറ്റികളുണ്ട്. നാട്ടിന്റെ നന്മക്ക് പ്രവർത്തിക്കുന്നവരുണ്ട്, പാവങ്ങളുടെ നന്മക്ക് പ്രവർത്തിക്കുന്ന നല്ലവരായ കമ്മിറ്റികളുണ്ട്. എന്ത് പറഞ്ഞെങ്കോ എല്ലാരും അർത്ഥം വെക്കാൻ കാരണം അല്ലേ. ചില പെണ്ണുങ്ങള് എന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയുമ്പോ ഒരാളെന്ന് അതെന്താ പെണ്ണുങ്ങളെ പറയണ്ടേ? അങ്ങനെയല്ല. എന്ത് ആണുങ്ങളെ പറഞ്ഞാലും പെണ്ണുങ്ങളെ പറഞ്ഞാലും കമ്മിറ്റീനെ പറഞ്ഞാലും അല്ലാത്തവരെ പറഞ്ഞാലും എല്ലാവരും എന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. തെറ്റ് ചെയ്യുന്നവർ ഞാനാണെങ്കിൽ ഞാന്, നിങ്ങളാണെങ്കിൽ നിങ്ങൾ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏതല്ല, എല്ലാ ലൈവൊക്കെ ഉണ്ടാകുമ്പോ എല്ലാ നാട്ടുകാരും കാണുമല്ലോ. കാണുന്ന എല്ലാവരും, കേൾക്കുന്ന എല്ലാവരും പള്ളിയുമായി, മദ്രസയുമായി, ദീനുമായി ബന്ധപ്പെട്ടതിൽ സ്ഥാനമാനത്തിന് വേണ്ടി അനിസ്ലാമിക പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോയാൽ 7 സന്താന പരമ്പര വരെ അവരുടെ കുടുംബത്തിന് മുസീബത്തുകൾ വന്നെത്താനിടയുണ്ട്. നിസാര വിഷയമല്ല. പള്ളി റബ്ബിൻ്റെതാണ്, ആരുടേതുമല്ല, കമ്മിറ്റിയുടേതല്ല, ഉസ്താദിൻ്റെതല്ല, ആരുടേതുമല്ല. പള്ളി റബ്ബിന്റെ ഭവനമാണ്, ബൈത്തുല്ലാഹ്.
അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല നീക്കുപോക്കുകളാകണം. ഉമ്മമാരെ, രക്ഷിതാക്കളെ എല്ലാരും ശ്രദ്ധിക്കണം. ഉമ്മമെങ്ങന്മാര് ഭർത്താക്കന്മാരോട്, മക്കളോട്, ആങ്ങളമാരോട് പറയണം, പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് വേണ്ടാത്ത തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ആരും പോകാൻ പാടില്ല. ഏതുമാകട്ടെ, മുസ്ലിമാകണോ, ഒരാളുടെയും മനസ്സിന് നോവിക്കാൻ പാടില്ല. നാവ് കൊണ്ടും പാടില്ല, കൈ കൊണ്ടും പാടില്ല. ഒരാളെ മനസ്സ് നൊമ്പലാക്കുന്ന ആള് മുസ്ലിമല്ല. ഒരാളുടെയും മനസ്സ് നോവിക്കാൻ പാടില്ല. ഒരാളെ മനസ്സ് നൊമ്പലാക്കാൻ വേണ്ടി കുറെ അടിയൊന്നും കൊടുക്കണ്ട. ഇന്ന് എങ്ങനെയെന്ന് ചോദിച്ചാല്, ഞമ്മ കുറുപ്പാത്ത് കട്ടേല പീഡിയന്റെ അവിടെയാ മീറ്റിംഗിലാ വാട്സപ്പിലാ വൺസീന അല്ലെങ്കിൽ അപ്പുറത്തെ ഇട്ടിട്ട് പറഞ്ഞെങ്കു 2 നാൾ അമോണ് കൊന്താడు ഓന്നെ പറഞ്ഞിരാന്ന്. കറാമത്തണ്ട് വേണ്ട, അത്ര സ്പീഡുണ്ട്. 5G പോയിട്ട് അപ്പുറത്തെ G വന്നിട്ടായി, അത്ര സ്പീഡുണ്ട്. ആരെ പറഞ്ഞെങ്കു നിങ്ങൾ വിചാരിക്കുന്ന ആറ് കൊന്തില്ലാന്ന് എല്ലാം പറഞ്ഞിട്ട് അപ്പറ കത്ത് വാട്ടിയിട്ട് ഒക്കെ ബിസിയനെ കൊന്തില്ല. ഓണെ തീ കൊടുത്തിരുത് കത്തുവാട്ട സ്റ്റാർട്ടാക്കിയോ കൊന്തില്ല. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത്. അത് കല്യാണം മുടക്കലിൽ മാത്രമല്ല, കച്ചവടം മുടക്കലിൽ മാത്രമല്ല. നീ മുസ്ലിമാണോ, നല്ല വാക്ക് പറയണം, നല്ല സൗമ്യമായ വാക്ക്, സന്തോഷം ഉണ്ടാക്കുന്ന വാക്ക് പറയണം. ആൾക്കാർക്ക് കേൾക്കുമ്പോ കൊസിയാണോ എന്ന് വെച്ചിട്ട് വെണ്ണ കുറെ ചെന്നല്ല, ചില ആൾ പമ്പിടുന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ എന്ത് സോപ്പിടുന്ന എന്ത് നല്ല മനുഷ്യന്മാർ ഗൊന്തില്ലേ എന്തു ഇല്ലേ കാത്തിട്രേ ചില ആൾക്ക് അങ്ങനെ കാത്തിട്ടെങ്കിൽ എന്ത് നീട്ടില്ല, ഭാര്യ കൊസി ഇല്ലൊസ്തത്, അങ്ങനെ എന്ത് ഇല്ലൊസ്തത്. ഒരു കൊസിനെല്ലെങ്കിൽ പണ്ടൊരാളെ മുത്തല്യമായ കാലത്ത് ആചാരത്തിലിരിക്കുമ്പോൾ എന്ത് സ്ഥലം മുണ്ടി ലാസ്റ്റ് ഡൊണേഷൻ എല്ലാം കിട്ടി സാഹിത്യമായത്തിന്. നിങ്ങൾ അജ്ജിക്ക് പോയിടാറാന്നിട്ട് ലാസ്റ്റ് വരുമ്പോ അല്ല പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചൊന്നാറല്ലേ അവിടെ മേൽ ആജ് അവിടെ മേൽ ആയെങ്കിലും പോയിട്ടില്ല ആജ് അല്ലാന്ന് ചൊല്ലൻ എന്തില്ല മനസ്സില്ല. അപ്പൊ ഒരു പള്ളിയിലെ ഖത്തീബായിട്ടിരുന്ന അപ്പൊ ഒരു മുഅല്ലിം ഉസ്താദ് നണ്ടട്ട ചൊന്ത് ഉസ്താദ്, നീ ഈ ദ്വാരക്കുമ്പോ ഹജ്ജിക്ക് പോയ ആചാർമാരുണ്ട് റബ്ബേ എന്ന് ദ്വാരക്ക, അത് സ്റ്റോപ്പ് ആക്കണം, വേണ്ട ഉസ്താദ്. ഞാൻ കേട്ട എന്ത് ഇക്കട്ട് ഉസ്താദ്, അവര് നല്ലല്ലേ? അല്ല വേണ്ട, നിങ്ങൾ നെക്സ്റ്റ് കണ്ണ് മുച്ചിട്ട് ദ്വാരക്കണ്ട. ഹജ്ജിക്ക് പോയ ആചാറുണ്ട്, ചിലപ്പോ കണ്ണ് ഓപ്പൺ ആക്കിയിട്ട് നോക്കണു സദസ്. നെക്സ്റ്റ് വെള്ളിയാസജാവുമായിരുന്നു അല്ല ഹജ്ജിക്ക് പോയ ആചാർമാരോട് ഉണ്ടല്ല. അപ്പൊ ഒരു 2-3 മെല്ലെ ദെച്ചവിട്ട് മെല്ലെ എണിച്ചിട്ട് എങ്ങനെ ഇതെല്ലാം ഉണ്ടല്ലോ ഈ രാജകീയ തങ്ങ അവണു സേട്ടു അവണുള്ളാലും എണിച്ചിട്ട് കൈകണാക്കിയിട്ട് അത് വേറാറും അല്ല, നാണേ ഇവിടെ രാജകീയത്തെ കൊടുത്ത അധ്യക്ഷ അങ്ങനെ ആക്കണ പോലെ അല്ലട്ടെ ദ്വാരക്കുമ്പോ അജ്ജിക്ക് പോയ ആചാറുണ്ട് റബ്ബേ എന്ന് ചെല്ലുമ്പോ മെല്ലെ ജസ്റ്റ് അവർക്ക് എണിച്ചിട്ട് തേക്കിട. വേറാറുള്ള നങ്ങമ്മേ 3-4 അജ്ജിക്ക് പോയിട്ടേ, വേറാറു പ്രായത്തങ്ങ പോയിട്ടില്ല. ഇതുപോലെ പമ്പിട്ടെങ്ങ് കൊസിയാവാത്ത ആരുമില്ല. പണ്ടൊരു ആചാരം കിട്ടില്ല, 6 പോയിട്ട് പോതിയെങ്കും കാത്തിട്ടെങ്കും അയാൾക്ക് കാത്തു പിടിക്കില്ല. എന്ത് കാത്തിട്ടെങ്കും ₹1 കാശ് കൊടുക്കില്ല. അങ്ങനെ ഒരു കമ്മിറ്റി ചെന്നല്ലോ ഉസ്താദ് ഒരു ആചാരം മാത്രം എന്തൊക്കെയും കാശ് സുലാക്കും അയാൾ ടാവുള്ള. അപ്പൊ ഉസ്താദി മന്തിക്ക് മാനിയല്ല പഠിച്ചു ഉസ്താദി എന്തുള്ള നോക്കാം, ನಾನು ട്രൈ ആക്കറ പോയിട്ട് ആചാര ഒത്തുപോയിട്ട് അസ്സലാമലൈക്കും ആചാര പള്ളി കെട്ടോ കാശ് വേണം. ദക്ഷിണ കന്നഡ ജില്ലയിൽ കാത്തിട്ടെങ്ങ് പിടിക്കാത്ത ഒരു ആചാരം നിങ്ങൾ മാത്രം. എങ്ങനെ ആയ സഭയിൽ നിങ്ങൾക്ക് ഞങ്ങൾ കാത്തിടോ ഒന്നും വേണ്ട, അല്ലാടെ പള്ളി കെട്ടോ കാശ് വേണോ തണ്ടാരങ്ങ തറു പോയിട്ട് 50,000 കെട്ടുതാ ബിസ്മില്ലാ. ഇയാൾ ആക്കിയെന്തര ഇവിടെ ഇപ്പൊ ദക്ഷിണ കന്നഡ ജില്ലയിൽ കാത്തിട്ടെങ്ങ് പിടിക്കാത്ത ആചാരം നിങ്ങൾ മാത്രം. ഈ നാട്ടിൽ വില കാത്ത് വേറെ ഉണ്ടാ, ഇത് ബിറുകാളി, ബാക്കിയെല്ലാം സൈക്കിളിന്റെ കാറ്റ്. അപ്പൊ ഈ ആൾക്കാർക്ക് ഇത് എന്ത് ഓടെ അല്ലേ, അത് നിങ്ങൾ എന്ത് മുണ്ടിയെങ്കിൽ ഉസ്താദ് മാറ്റാൻ സാധ്യമല്ല, കഷ്ടമുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ആൾമാർക്ക് എങ്ങനെ അതിപ്പോ ഞമ്മക്ക് തന്നെ ബാലക്കാരായനെയും ചൊല്ലിയും കൊസിയാം അല്ലേ. നിങ്ങളെ പെണ്ണിങ്ങല്ല എല്ലാം ഭർത്തായിട്ട് ഡ്രസ്സാക്കിയിട്ടാകുമ്പോഴത്തേക്കും എന്തിനാ രണ്ടൊരു അജ്ജും മന്തിങ്ങനമേ പിന്നുണ്ടാ പിന്നെന്തില്ല, അജ്ജുമ്മ ഇല്ല, ചോറും ഇല്ല, കറിയില്ല, ഉപ്പില്ല, പന്ത എന്തും സമയമില്ല. അപ്പൊ ഏതൊരാൾക്കും ഈമാനു മർഇൻ ലാ യകൂനു തകാമലാ ഹത്താ യറാനാ സംബീബിലിം മുസ്ലിലാ ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ.
ആൾമാർക്ക് ഇരുന്നിട്ട് അല്ലെ സ്വാഗത പ്രശസ്തരിൽ ഒരാളെ എന്നോട് ഒരാൾ കേട്ട് സ്വാഗതാക്കുവാൻ ഞാൻ ചൊല്ലി ദമ്മായി വേറെ എന്ത് വേണമെങ്കിൽ ഒക്കെ സ്വാഗതാക്കും. എന്തേ സ്വാഗതാക്കുമ്പോ ഇത്തരമേ ദ്വാർക്കണം അവനക്ക് ദ്വാരത്ര ഇത് എഴുതിട്ട് ദ്വാരക്കിടുന്നല്ലേ ആചാറിട്ട് വിട്ടുപോയെങ്കിൽ പിന്നെ ഫസ്റ്റ് ലാസ്റ്റ് അത് നോക്കൊണ്ട് ഫസ്റ്റ് ആരെ പേര് ചൊന്നൊരു നോക്കൂല അതിൽ ഫസ്റ്റ് ഞങ്ങളെ പേര് ലാസ്റ്റ് വേണുണ്ടേ ആക്കിരേ സ്വാഗതാക്കുന്നതെന്നല്ല ചൊല്ലെങ്കിൽ ഗലാട്ടായതെല്ലാം ഉണ്ട് സ്വാഗതാക്കിയിട്ട്. അപ്പൊ ഈ സ്വാഗതം ഇതെല്ലാം നിപ്പിക്കണം. ഞാൻ സദർ ഉസ്താദ് ചൊല്ലി കേരളത്തിൽ ഇവിടെ വടകര സൈഡിൽ വയലുക്കെല്ലാം പോയി ദ്വാരന്നിട്ടെല്ലായിട്ട് അധ്യക്ഷ അവിടെ അധ്യക്ഷ എല്ലാവരും അപ്പുറം നോക്കിയുള്ളവർ അധ്യക്ഷ നന്നിട്ട് ചൊന്തു എന്നാ തുടങ്ങിക്കോ ഉസ്താദ് അത് സ്വാഗതം ഇല്ലേ മണി എന്തില്ല റഗാളില്ല ഇത് പെണ്ണ് തെച്ചിട്ട് കുറെ അയാളെ പേര് പാതിരാജാവുള്ള 10:30 ഗಂಟೆ സ്വാഗത ഭാഷണം അല്ല ഇവിടെ കുറച്ചാൾ ഭേദിപ്പിച്ചിന് ഫൈസി ഉസ്താദ് അല്ലാഹു ബർക്കത്താക്കട്ടെ. അപ്പൊ എങ്ങനെ അല്ലെ ഓരോരുത്തരെ പേര് ചൊന്നിട്ട് ബദരീങ്ങളെ പേര് ചൊന്ന പോലെ അസ്മാഉൽ ഹുസ്ന ചൊന്ന പോലെ എല്ലാരെ പേര് ചൊന്നിട്ട് റളിയല്ലാഹു അൻഹു ചൊന്നിട്ട് അങ്ങനെ ഫാമിലിയിലെ മഹത്വം ചൊന്നിട്ടു ഉറൂസായെങ്കും പിന്നൊന്നായെങ്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളപ്പോ വേണമെങ്കിൽ എന്തെങ്കിലും ചൊല്ലിട്ട് എടുത്തോളി വേണ്ടാന്നൊന്നുമല്ല. ഇനിയിപ്പോ എവിടെയെങ്കിലും ലൈവില് കക്കിഞ്ചലും മാത്രം എന്തെങ്കിലും ആക്കിയിട്ട് ഉസ്താദ് 4 ആളെ പേര് ചൊന്നരല്ലേ എല്ലാം ചൊന്നരെ വേണ്ടാന്ന് എന്തെങ്കിലും പള്ളിക്കാ നാട്ടിലേക്കാ കൊണ എന്തെങ്കിലും എടുത്തിട്ട് വെച്ചിട്ട് തെല്ല് ദ്വാർന്നിട്ട് കടത്തോറ് സ്വന്തരൊന്നുമില്ല. അതെല്ലാം അമിതമായിട്ട് അതന്നെ അല്ലേ ചില ആൾക്ക് സ്വാഗത തീർമാൽമാർ പോസുറാക്കണ റൈറ്റ് തിരുമി ഇയാളെ രാമായണമേ കേൾക്കോൻ ആ രൂപത്തിലാവാതെ ആളുകളെ കൂടുതൽ പുകഴ്ത്തുന്നത് നല്ലതല്ല, കുറെ മീത്ത വെക്കുന്നത് നല്ലതല്ല. പക്ഷെ കുടുംബ ജീവിതത്തിൽ അത് ആവശ്യമുണ്ട്. നല്ല വാക്ക് പറയണം, സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആരെയും ആക്ഷേപിക്കരുത്, ദൂരരുത്. ആൾമാരെ ദൂര സ്വഭാവം ഞങ്ങൾ വിടണം. ആരെയും ദൂരതീറ കംപ്ലൈന്റ് ഇല്ലാത്തോണില്ല അല്ലെ മലക്കല്ല നബിയല്ല. ഞങ്ങൾ എല്ലാവരും മനുഷ്യന്മാരാകുമ്പ ഒർത്തക അർസയാറ ഒർത്തക പിർസയാറ അല്ലെ ഒർത്ത നടക്കുന്ന സ്പീഡ് ഒർത്ത സ്ലോ എല്ലാരും എല്ലാത്തിലും ഒരുപോലെ ആരുമില്ല. അതുകൊണ്ട് 100% 100% എന്നുള്ളത് ആർക്കുമില്ല. നമുക്ക് വീക്ക് പോയിന്റുകൾ എവിടെ ഉണ്ടാകും? ചില ആൾക്ക് കിബിർ, ചില ആൾക്ക് ചതി, ചില ആൾക്ക് മറ്റൊന്ന്. സ്വഭാവത്തിൽ പലതും ഉണ്ടാകും. ആരെയും ആക്ഷേപിക്കാൻ പാടില്ല, ദൂരാൻ പാടില്ല. നാവ് കൊണ്ട് ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. ഉസ്താദെ റമദാനെല്ലാം കഴിഞ്ഞു ഭയങ്കരമായ അണാച്ചാറല്ല അതിന്റെ അപ്പുറത്തെ ആച്ചാറ എങ്ങനത്തെ കത്തീബാവണു അവർ കത്തീബുണ്ടു ഉസ്താദ് ഫോട്ട കടത്തറും ഇതിന്റെ ആചാരം നോക്കും പൊതുവല്ല പള്ളിക്ക് കത്തീബാവണു മുക്രിയാവണു ഫോട്ട വരട്ട് നോക്കാം. മുക്രിനെയും ഫോട്ട സദറിനെയും ഫോട്ട ഇതിന്റെ ഇടയ്ക്ക് ഒരു കത്തീബോ സ്വറായിട്ടില്ല. എന്താ കേട്ട പൊട്ടത്തിൽ ഉള്ളത്ര ചന്തയില്ല. പൊട്ട ഐഫോണിലെടുത്തേക്ക് നമ്മളെ ഫോട്ടോയിൽ എത്ര ചന്ത വരുന്നു. ഇപ്പൊ ലൈവില് കാണുന്ന ആളിരിക്കുന്നുണ്ടോ ഉസ്താദ് ഇത്ര ചന്തമാണ് കൂടെ നിനക്കല്ല കൊന്നുള്ളൂ എങ്ങനെ ഉള്ളേന്ന്. ഇതുപോലെ ക്യാമറന്റെയും മൊബൈലിന്റെ മുന്നിൽ എന്നിട്ട് ഉസ്താദ് കമ്മിറ്റിക്കാർ ചൊന്ന ഫോൾട്ട് പൊട്ടത്തിലുള്ള എത്ര ചന്തയില്ല എന്ന് വന്നിട്ട് നോക്കുമ്പോ വെള്ളിയാസ സുബ്ഹാന ജല്ല ജലാലു എന്താക്കുന്ന ക്രീമിടണൊത്തരൻ ഉസ്താദന്മാരല്ല അല്ല അല്ലേ. പൊട്ട എന്തെല്ലാം കടത്തണോ പൊട്ട പിന്നെ വയല് കടത്തണം, കിറാത്ത് കടത്തണം, ബാങ്ക് കടത്തണം, എല്ലാം കടത്തണം. എല്ലാം കടത്തിയിട്ട് പൊതുവാക്കുക ഇത്തരൊന്നുമില്ല. ഇത്ര കേട്ടെങ്കിലില്ല, പൊതുവേ ഇല്ല അല്ലേ. പെണ്ണുമക്കളെ പൊട്ടന്നെ കടത്തല്ലേ വേണമെങ്കിൽ നോക്കി പോട്ട് ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ ഉണ്ടെന്നേ ഉള്ളൂ. ആര് പെണ്ണ് പാൽപോട്ടോ പെൺമക്കളെ പൊട്ട കടത്തുന്നില്ല. ഉസ്താദുമാരെ പൊട്ടെല്ലാം കടത്തിയിട്ട് എല്ലായിട്ട് മുഞ്ഞാണ്ടൂർ വെക്കത്തൂർ ആ ചൊന്നാല് ഞങ്ങളെ മിമ്പർ ബെല്ലുണ്ട്. ഉസ്താദ് മിമ്പർക്ക് തക്ക മയ്യാവല്ല. അപ്പുറത്തെ ചെല്ലല്ല ഒരു രാജകീയ ഒരു കോൺഗ്രസിന്റെ ഒരുത്തന്റെ പേര് ചൊല്ലിട്ട് നമ്മളോ അല്ല പക്ഷെ തടിയുണ്ടാ മനസ്സാ ഓനാക്കി പള്ളിക്ക് മെമ്പർ ഫുള്ളാവും. മിമ്പർ ഫുള്ളാവുന്ന പോലത്തെ ഉസ്താദാക്കുന്നെങ്കിൽ സുബ്ഹാന ജല്ല ജലാൽ എങ്ങനെ വലിയ മിമ്പറാക്കി വെച്ചിട്ട് ആ മിമ്പർക്ക് തക്കത്തെ ഉസ്താദ് കിട്ടുക കിട്ടിയ അയാൾക്ക് റുക്കു സുജൂദിന് പോകാൻ കഴിയുക. അഥവാ പോയെങ്കിൽ നിങ്ങൾ തറാവിക്ക് എന്താക്കുവാ അല്ലെ. റുക്കു സുജൂദ് എണിക്കണ്ട അയാൾക്ക് അത്ര ഗട്ടിമുട്ടു. എന്ത് അവസ്ഥ ഇത്. സുബ്ഹാന ജല്ല ജലാലു അല്ലെ. ഉസ്താദന്മാരെ ടെസ്റ്റ് ആര് ടെസ്റ്റ് ആക്കുന്നേ? ഉള്ളൂന് എത്ര ഷർത്തുണ്ട് നോക്കണം. ഫസ്റ്റ് കമ്മിറ്റിക്കാരെ നെൽപ്പാട്ടി നിസ്കാരത്തിന് എത്ര ഫർളുണ്ട് ഇത്ര ചെല്ലിങ്ങോ ടെസ്റ്റാക്കാം. ടെസ്റ്റാക്കടങ്ങ് ആരെന്ന് കേൾക്കണോ? ഫസ്റ്റ് ഉസ്താദ്മാർ വിളിച്ചിട്ട് നിങ്ങൾ എന്നാലല്ല ഒന്നുകൂടെ ഷർട്ട് എത്ര നിസ്കാരത്തെ ഫർളെത്ര ഇത്ര ചെല്ലിങ്ങോ ടെസ്റ്റാക്കാം. തൊന്തരയില്ല. ഒരു ബക ഫിറ്റ് ഒന്ന് ചെല്ല ടെസ്റ്റാക്കും. വായ്സ് മയ്യാവല്ല
മക്കത്തെ ഹറമിന്റെ ഇമാമ് സുദൈസിനെ കൊണ്ടുവരാ വായിസ് സുബൈ നിസ്കരിക്കും ജണ്ടാൽ പറഞ്ഞിട്ട് തൂണ്ട് പൂണ്ട് ബോബന്മാർ വരുന്ന അവർക്ക് വായിസ് മതിയാന്നില്ല, അവർക്ക് മതിയാന്ന് കമ്മിറ്റിക്കാർ. ഇപ്പൊ എന്തായി? ഇതൊരു പുതിയ ട്രെൻഡ് ചൊല്ലകു ഞങ്ങളെ ഖത്തീബ് ഉസ്താദിന്റെ ഓത്ത് അങ്ങനെ ഉണ്ട്, ഉസ്താദിന്റെ വാലികനുണ്ട്. മാത്രം വാലുക്ക് പോത്തീര വാലു അല്ലെ, ഉട നല്ല വാലാക്കണം, ഉട നല്ല ഓതണം, കിറാത്തോതൊക്കെ വേറെ എവിടെ പോത്തീര. ഈ രൂപത്തില് ഇതെല്ലാം നോക്കിട്ട് ഉസ്താദ് നെക്സ്റ്റ് വെള്ളിയാഴ്ച ഫോൺ ആക്കറവാ, നെക്സ്റ്റ് വെള്ളിയാഴ്ച ഫോൺ ആക്കുമ്പോ ഉസ്താദ് എന്നൊരു വെള്ളിയാഴ്ച എന്നൊരാൾ വറകുണ്ടു അത് വന്നാൽ പിന്നെ ആക്കറവാ. എങ്ങനെ ഈ രൂപത്തിൽ ഉസ്താദന്മാരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ആള് ഉസ്താദ് ബർമ്പ വാട്സപ്പിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഇയാളെ പോലത്തെ ഉസ്താദില്ല, ഇത്ര കെട്ടപ്പെടാളില്ല, നല്ല വാള്, നല്ല കിറാത്ത്, നല്ല സ്മാർട്ട്, അതുണ്ട്, തേങ്ങ ഉണ്ട്, മാങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട്. ബർമ്പ ഒരു വർഷമായിട്ട് ആചാര ചൊന്ന പോലെ കേക്കില്ല, ആചാര പള്ളിക്ക് പള്ളിയെങ്കിൽ ഇതൊക്കെ അണ്ട ചൊന്നരാറങ്ങ നിങ്ങക്ക് സാധ്യല്ല ഇയാളെ. പോകുമ്പോ ഞാൻ ഒന്ന് പറയുന്നു, ഉസ്താദുമാറാവട്ടെ, സ്വർത്തരാൽമാറാവട്ടെ, അങ്ങടിക്ക് സെയിൽസ്മാൻ എന്തോ ആവട്ടെ, വിളിച്ച പറമ്പത്തുക്ക് എങ്ങനെ വിളിച്ച വന്നെങ്കും ആവും. ഉസ്താദാങ്ങും തങ്ങാങ്ങും ആറാങ്ങും ഫസ്റ്റ് വെള്ളിയാഴ്ച കുത്തുപോത്തിട്ട് വാളല്ലാക്കുമ്പോ ഉസ്താദ് ഇങ്ങ ഫസ്റ്റ് ക്ലാസ് ഇങ്ങനത്തെ ഖത്തീബ് വന്നിട്ടേ ഇല്ല ഞങ്ങളെ റായത്ത്. ആര് ഓണെ ഓടുവട്ടെ ഫസ്റ്റ് ഇയാൾ ഓടുവട്ടെ. ഈ രൂപത്തിലാവരുത്. പോകുന്ന സമയത്ത് ഒരു ഉസ്താദിന്റെ കണ്ണുനീര് ഒരു കമ്മിറ്റിക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനിക്കും അവന്റെ സന്താന പരമ്പരക്കും അത് ശാപമാണ്, ശാപമാണ്, ശാപമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ, മുഅദ്ദിനുമാർ, ഉസ്താദുമാർ ഈ സമുദായത്തിലെ ഖൈറായവരാണ്. അവരുടെ കണ്ണുനീരങ്ങാനും ഒരു കമ്മിറ്റിക്കാരോ നാട്ടുകാരോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പലജാതി പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ഉസ്താദുമാരെ മാത്രല്ല, സ്വർത്തങ്ങളെ ബുദ്ധിമുട്ടാക്കൊതീറ, ആരെയും ബുദ്ധിമുട്ടാക്കരുത്. അയൽവാസിനെ ബുദ്ധിമുട്ടാക്കൊതീറ, ഒരാളെയും ബുദ്ധിമുട്ടാക്കരുത്. സംസാരിക്കുമ്പോ മിണ്ടുമ്പോ നല്ല സംസാരം മിണ്ടണം. ചില ആൾമാരല്ല ചൊല്ലേ ഞങ്ങൾ കമ്മിറ്റി അങ്ങ് ഗ്യാപ്പിൽ വേണു, ഉസ്താദ്മാരുടെ യാറെ മിങ്കിലാവു തീറ, അങ്ങക്ക് സസാറാവുടു, ഞങ്ങളെ സിസ്റ്റമുലു, ഞങ്ങളെ സിസ്റ്റമുലു അല്ല. ദീനിയായിട്ട് ഭരിക്കേണ്ടത് ആലിമീങ്ങളാണ്. നാട്ടിലെ മറ്റുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഉമറാക്കളാണ്. രണ്ടും ഒരുമിച്ചുകൂടി നാട്ടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചു പോയാൽ മഹ്ശറയിലെത്തുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടേണ്ടി വരും. ഹബീബ് തങ്ങള് കാലിൽ ചവിട്ടിയിട്ട്, ഹബീബ് തങ്ങളെ കാലിൽ ചവിട്ടിയാളെ ഒരു കയ്യിലുണ്ട വടി കൊണ്ട് തട്ടി നബി തങ്ങൾക്ക് ചവിട്ടിയപ്പ ആ മനുഷ്യക്ക് ചവിട്ടിയത് ഗൊന്താക്ക വേണായിട്ട് വടി കൊണ്ടടിച്ച് ആ മനുഷ്യൻ കാലെടുത്ത് ഹബീബ് തങ്ങൾ വീട്ടിലേക്ക് പോയി. സങ്കടമായി. പിറ്റേ ദിവസം ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. 100 കണക്കിന് ഒട്ടകങ്ങൾ കൊടുത്തു. മാപ്പ് ചോദിച്ചു. എനിക്ക് നീ പൊരുത്തപ്പെടുമോ? എനിക്ക് കാലുവേദന ആയതുകൊണ്ട് നിന്നെ ഞാൻ തട്ടിയതാണ്. സ്വഹാബികൾ തട്ടിയാലല്ല, അടിച്ചാലല്ല, കൊത്തിയാൽ പോലും ഹബീബ് തങ്ങളോട് വെറുപ്പ് വിചാരിക്കാത്ത സ്വഹാബികളോട് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് ചോദിച്ചു. സമ്മാനം കൊടുത്തു. 100 കണക്കിന് ഒട്ടകങ്ങൾ കൊടുത്തു. അങ്ങനെയാണ്. അതാണ് ഒരാളെയും ബേജാറാക്കരുത് എന്നല്ലേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ അടിച്ചു. തെറ്റിന്റെ പേരിൽ അടിച്ചു. തിരിച്ചു പോകുന്നു. ബാല്യക്കാരനോട് പറയുന്നു, മോനെ നീ എനക്ക് അടിക്കണം, തിരിച്ചടിക്കണം, നീനക്ക് പെറവടിക്കണോ? എന്തിനാണ്? ഞാൻ നിന്നെ അടിച്ചില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അയാൾ പറയുന്നു, അല്ല അമീറുൽ മുഅ്മിനീൻ, ഞാൻ തെറ്റ് പറഞ്ഞത് കൊണ്ടല്ലേ അങ്ങനെ അടിച്ചത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, മോനെ മഹ്ശറയിലേക്ക് നീ ബാക്കി വെക്കണ്ട, നീ മാപ്പ് തരണം. ഔത്തുക പോയിട്ട് ചാട്ടിയെടുത്തിട്ടു ഉമറുൽ ഫാറൂഖ് തങ്ങൾ സുബഹി വരെ പുറത്തേക്ക് അടിക്കുന്നു. വടികൊണ്ട്, ചാട്ടികൊണ്ട്. രക്തം വരുന്നു. കരയുന്നു. ഉമറേ, നീ അഹങ്കാരിയായി പോയോ? ആർക്കും വേണ്ടാത്ത ഉമർ, നിനക്ക് അല്ലാഹു ഇസ്സത്ത് തന്നില്ലേ? കണ്ടോ? തെറ്റ് ചെയ്ത ആളെ അടിച്ചതിന് പോലും ബേജാറാണ്. മഹ്ശറയിൽ കുടുങ്ങുമോ എന്നുള്ള ബേജാറാണ്.
മഹ്ശറയിലെ ചോദ്യത്തെ പറ്റി ബേജാറാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ 50 പൈസ ഹൗദിൽ വീണിട്ട് 1 റുപ്യ കൊടുത്തിട്ടതിനെ പറക്കിച്ചപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞില്ലേ, ഈ അഹമ്മദിന് മഹ്ശറയിൽ അല്ലാഹുവോട് ഉത്തരം പറയണ്ടേ. അങ്ങനെയാണ് മഹ്ശറയിൽ നിൽക്കുന്നത് ഓർമ്മ വേണം. നമ്മളൊരു പൂർണ്ണ മുസ്ലിമാകണം. കൈ കൊണ്ടോ നാവ് കൊണ്ടോ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത്. നാവ് കൊണ്ട് ഇങ്ങനെ നാവ് എന്തെല്ലാം പറയാം, ആൾക്കാരെ പറ്റി കുറ്റം പറയാം. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ പറയുന്നത്. വാട്സപ്പിലുള്ള ചർച്ചകൾ, രഹസ്യ മീറ്റിങ്ങുകൾ, ഫിത്ന ഫസാദുകൾ എല്ലാം ചൊന്നൽ. പിന്നെ നങ്ങ എന്തൊക്കെ ബെരുത്തേക്ക് പിത്തനാക്കണം, നങ്ങ പോട്ട് എന്താകും പോട്ട്, നങ്ങൾക്ക് എന്തൊക്കെ ബേരാല ബിസിയാ എപ്പോ എല്ലാം തിന്നിട്ട് തീന്നിട്ടാൽ പിന്നെ എന്തു ബാക്കിയില്ല. സൂക്ഷിക്കണം. ഖിയാമ നാളിൽ ഏറ്റവും ആളുകൾ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന കുറ്റം അക്സറുഹും കലാമും ഫീ മഅസിയത്തില്ലാഹ്. ജാസ്തി വിഷയം പറഞ്ഞാൽ സംസാരം കുറക്കണം. ഒരേ ഫാൻ ഉള്ളതാ, ഒരേ ഫാൻ അങ്ങനെ അപ്പുറം ഇപ്പുറല്ലാക്കാനാണ്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓതിയാക്കിയിട്ട് 50-50 ആക്കി കുറച്ച് എല്ലാവർക്കും വീട്ടിങ്ങുമാരുന്നല്ല, നിങ്ങൾക്ക് കാറ്റില്ലല്ലേ എന്താക്കുന്നത്. അല്ലാഹു തആല അർശിന്റെ തണൽ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാവ് കൊണ്ട് ഉമ്മമാർ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, നാവ് കൊണ്ട് ഒരാളെയും ഉമ്മമാർ പറഞ്ഞു പോണ്ട. ആരെയും ഫിത്ന പറയണ്ട, ആരെയും ഫസാദ് പറയണ്ട. അയൽവാസികളെ പറ്റിയും വേണ്ട, കുടുംബത്തിലുള്ളവരും വേണ്ട, വേറെ ആരും വേണ്ട. ജാതിക്ക് ജാതി പകലല്ലേ പോലെ കുടുംബത്തിന് ഉള്ളുന്നുള്ളേ. നമ്മളെ ഏറ്റവും വലിയ ശത്രു നമ്മളെ കുടുംബം, നമ്മളെ നാട്ടുകാർ, നമ്മളെ അയൽവാസികൾ, എല്ലായിടത്തും പോകാൻ ആ രൂപത്തിലാവരുത്. ഒരാളെ പറ്റിയും ഒന്നും പറഞ്ഞു പോകണ്ട. ഞാനും പറയണ്ട, നിങ്ങളും പറയണ്ട. നാവ് വല്ലാതെ സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർഗം കിട്ടൂല. ഈ നാവ് സൂക്ഷിക്കുന്നവനാണ് മുസ്ലിം. 2 കൈ സൂക്ഷിക്കുക. കൈ ഒരാൾക്കും നീ മാട്ടം വെച്ചു പോകണ്ട. ഏറ്റവും വലിയ അനാചാരം ഇന്ന് ഈ സമുദായത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സിഹിറുകൾ, മാട്ടമന്ത്രങ്ങൾ. പൊടിന്റെ കെട്ടെ കൊടുത്തിട്ട് ചൊരിക്കുന്ന ലിംബ കൊടുത്തിട്ട് 50 റുപ്യ 100 റുപ്യ കൊടുത്തിട്ട് കാഫിരീങ്ങളായ മന്ത്രവാദികളുടെ അടുത്ത് പോയിട്ട് കച്ചവടക്കാരന്റെ കച്ചവടം തകർക്കാൻ, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ. ഈ രൂപത്തില് സിഹിറുകൾ വൻപാപമാണ്. അല്ല പൊറുക്കാത്ത വൻപാപത്തിൽ പെട്ടതാണ് സിഹിർ. മാട്ടം വെക്കുക. ആൾക്കാർക്ക് പണ്ടത്തെ പോലെ ഗലാട്ടൊന്നുമില്ല ഇപ്പൊ, അല്ലേ? പണ്ട് ഗലാട്ട, കത്തി, കുസ്തി, ഗുസ്തി ഇതല്ല. ഇപ്പൊ എന്തിന്റെ ഒരു ലിംബ, ലിംബ എന്നല്ലേ ചെന്നിട, നാരങ്ങാക്ക് ലിംബ, ലിംബ, കപ്പാട്ടിന്റെ ഉള്ളിൽ ലിംബ, ഇല്ലേ? പൊടി, ഭസ്മ അല്ല ഓടുന്നു കിട്ടുന്ന അറിയല്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെല്ലി ഭസ്മ കൊടുത്തിട്ട് ഔലുബ് കളക്കിരേ, ഔലുബ് ജനറൽ ബോഡിന്റെ സുബ്ഹാന ജല്ല ഭസ്മ ഉളുവാക്കുന്ന ജുമാ കഴിഞ്ഞിട്ട് മീറ്റിംഗ് എല്ലാവരും ചെല്ലി അധ്യക്ഷായാലേ ആവണു. അപ്പൊ നമുക്ക് മടിക്കേരിന്ന് കൊണ്ടുവന്നില്ലല്ലോ അയാൾ ഭസ്മ. മാറി പവറിന്റെ ഘട്ടത്തെ ഭസ്മ കൊടുത്തിട്ട് അവിടെ കളക്കിന എല്ലാം ഉള്ളാക്കണ്ടേ. ഉള്ളാക്കിട്ടാകുമ്പോ എല്ലാവരും അവിടെ തീരുന്നു. മുന്നത്തണ്ട് ജാവിച്ചൊന്നര ഓണ ആയെങ്കിൽ നാട് ജമാഅത്ത് രാജി വെക്കരാൻ ഓണേ ചെല്ലേ ഫസ്റ്റ് അധ്യക്ഷായാലേ ആവും. അത് ഇത് ഇങ്ങനെ ആകുമ്പോ വ്യാപകമായിട്ട് പള്ളി പോലും കച്ചവടക്കാർ ഒറ്റ നല്ല ഉഷാറായിട്ട് ലോൺ ആക്കിയിട്ട് കാർ എടുത്തെങ്കും നോക്കിയ 1 വർഷത്തിൽ ഡോങ്കി ആക്കിയിട്ട് കാർ എടുത്ത് 1 വർഷത്തിൽ 1 റുപ്യ എടുത്തിട്ടില്ല. 520 റുപ്യ ആയി കൊടുത്തേക്ക് കാർ ഒത്തിരി ജാല് എടുത്താന്ന് വെക്കുന്നത് അല്ലേ? 1 റുപ്യ കൊടുത്തേക്ക് സ്കൂട്ടർ എടുത്ത ഒത്തിരി ജാല്. അത്ര ലോൺ ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇപ്പൊ. എങ്ങനെ എടുത്തെങ്കും ഓൺ അറബിയുടെ അവിടെ കട്ടിട്ട് എടുത്താ വന്നിര് അല്ലേ? ഓൺ അവിടെ ഡോങ്കി ആക്കിയിട്ട് വന്നിര് ഓണവിടെ എന്തിരെ അത് കളക്കിയിട്ട് ബീത്തിട്ട് കൊടുക്കുക. എന്തിനെ മാറുവന്നു. ഈ രൂപത്തിലാവരുത്. സിഹിറുകൾ വ്യാപിക്കുന്നു. സിഹിർ ചെയ്തവന്റെ 7 സന്താന പരമ്പരയിൽ ഒരാൾക്കെങ്കിലും അത് തിരിച്ചടിക്കാതിരിക്കില്ല. അവന്റെ മക്കൾക്കോ മരുന്ന് ഫലിക്കാത്ത മാറാവ്യാധി രോഗങ്ങൾ കിട്ടാൻ കാരണമാകും. സിഹിറുമായി ബന്ധപ്പെട്ടു പോകണ്ട. മന്ത്രവാദിന്റെ അടുത്തേക്ക് പോയെങ്കിൽ മതി. അവന്റെ അല്ലേ സക്കറാത്തിന്റെ വേള ഈമാനോടെ മരിക്കാൻ സാധ്യല്ല. ശൈത്താൻ വന്ന് പിടിച്ചു കളയും. അതുകൊണ്ട് സിഹിറുമായി ഒരാൾക്കും സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുത്.
ഇപ്പൊ സീർ ഉണ്ടെങ്കും ഇല്ലെങ്കും ഒരു കണക്ക് വെക്കുന്നാലടുത്തേക്ക് പോയെങ്കിൽ ചൊന്ന യോബാ ഞാൻ നേരത്തിൽ പറഞ്ഞു കണക്ക് നോക്കിയിട്ട് അയാൾ ചൊന്നത്തുള്ള ഒക്കെ നിങ്ങൾ ചേച്ചിട്ടുള്ള പോലെ കാട്ടിലല്ലേ ഇതിൽ നിങ്ങൾ ചേച്ചിട്ടുള്ള പോലെ കാട്ടില്ല നിങ്ങൾ മരിക്കുന്ന ടൈം പാസ്സായിട്ട് ഇപ്പൊ എന്തിനാ ബച്ചാവായിട്ടുള്ളാറ് വേഗ പരിഹാറാക്കറു ഓം പോരെ ജാഗെല്ലാം വിത്തിട്ട് പരിഹാറാക്കി എന്തേ കണക്കിൽ ഇയാൾ ഉസ്താദ് കാട്ടിയോണ്ടില്ലേ ഓൻ ജീവത്തിലുള്ളാന്ന് മരിക്കുന്ന ടൈം പാസ്സായിരുന്നു അറിയുന്ന ഇത്ര ശല്യം ഓന്റെ കിഡ്നി ഉള്ള മീത്തൊക്കെ പാറയല്ലോ അല്ലെ ബ്ലോക്കെല്ലാം ഉണ്ടെങ്കിൽ അപ്പള പൊട്ടക്ക പൊട്ടിയിട്ട് പോകും അല്ലേ ബ്ലോക്ക് പൊട്ടുന്നല്ല മനസ്സിനെ പൊട്ടിയിട്ട് പോകും ഇങ്ങനെല്ലാം പേടിപ്പിച്ചെങ്കിൽ അല്ലേ ഡോങ്കി ഇതെല്ലാരും ഡോങ്കി ഇതിന്റെ ഇടയ്ക്ക് ഇന്നലെ മിഞ്ഞാന്നൊരു ഉസ്താദ് പറഞ്ഞു അയാൾ ചെല്ല ഇങ്ങനെ ഈ സിഹിർ ഇന്നേട്ട് കണ്ടെങ്കിൽ ഒരു മുട്ടക്ക് എന്താ കെത്തിന എന്ത് മുട്ട ഈ മുട്ടയിൽ കൊണ്ടാവണോ ആവും അതെല്ലാം തെച്ചിട്ട് ഇയാളെല്ലാം മുട്ട എല്ലാം ഒഴിഞ്ഞിട്ട് പിടിച്ചിട്ട് അല്ല ഇതിനെ കൊണ്ടിട്ട് ഉടക്കണോ നിങ്ങൾക്ക് പ്രോബ്ലം ഇന്നേട്ട് കണ്ടെങ്കിൽ ഈ മുട്ട ബേപ്പാട്ടിയ മുട്ട വലയ്ക്കുന്നു പച്ച മുട്ട അങ്ങ കൊടുത്ത മുട്ട ഈ മുട്ട കൊടുത്തിരാറ് ഉത്തരങ്ങ ഇത് ഉസ്താദ്മാരെ പറഞ്ഞല്ലോ ഇനിയിപ്പോ പറയും അങ്ങനെയുണ്ട് ഉസ്താദ്മാരെ പറഞ്ഞ കമ്മിറ്റി പറഞ്ഞ അങ്ങനല്ല ടോട്ടൽ ഡിസിച്ച് ഒന്നുകൊണ്ട് വേണ്ട വേണ്ടത് എടുക്കി വേണ്ടാത്ത പിടിയോടെ അങ്ങനെ ഈ മുട്ടല്ല തല ഒഴിഞ്ഞിട്ട് ഉത്തരകളെ കയ്യിൽ കൊടുത്തു ഇയാൾ കൊണ്ടുപോയിട്ട് എറിഞ്ഞു നോക്കുമ്പോ നല്ല ബേപ്പാട്ടിയ മുട്ട പോലെ ബെന്തിട്ടു ഉസ്താദ് പ്രോബ്ലം യാറുണ്ട് ഇല്ലെങ്കിൽ നോക്കും ഇത്ര വേഗം ഈ ബേപ്പാട്ടാത്ത മുട്ട കൊടുത്തിട്ട് തല ഇങ്ങനെ ആക്കുമ്പോ ഇത് ബേപ്പാട്ടി അത്ര പ്രോബ്ലം ഇന്ന് ഒക്കെ ഇയാൾ നമ്പിയനൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ ഞങ്ങ കൊടുത്ത മുട്ട ഇങ്ങനെ അവിടെ അതെല്ലായിട്ട് നാഷ്ടാക്കണല്ലേ നാഷ്ടാക്കോ പുസ്തകം ദച്ചൊട്ടെ എനിക്കില്ല ഇയാൾ ഇതെന്തര ഒന്നുണ്ടാ ഇയാളെ ഷഡ്ഡിയുടെ കീസയിൽ ಬೇರೆ മുട്ട ഇട്ട വന്നില്ല ഉത്തര വേപ്പാട്ടിട്ടു ഇങ്ങ കൊടുത്ത മുട്ട ഇത് കീസ കിട്ടു ഇത് ദയിക്കുമ്പോണ്ടല്ലേ വെല്ല ഇത് ഉണ്ടല്ലേ ഇത് പെറവ് സൈഡ് പോയി ഇത് പച്ചക്ക ഇതിര ಮೇಲೆ ദച്ചറിയല്ല പച്ച മുട്ട ഇത് തുണിലല്ല ಬಂದ್ರು ഇതിപ്പോ എണിച്ച ഒന്ന മുട്ട എടുത്ത് കൊണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഈ മഞ്ഞൾ കളറിൽ ഇങ്ങനെ ಬೇರೆ ഫോൺ ടാങ്ക് എന്തര ഇത് എന്താ എണീക്കോ ಅಂತಿಲ್ಲ ലാസ്റ്റ് എങ്ങനെയല്ല എണിച്ചപ്പ പിന്നെ ഗലാട്ട പിന്നെ ചൊല്ലണം അവിടെ ഇങ്ങനത്തെ പരിസ്ഥിതി ഇതല്ല അവിടെ പൊട്ടിയതിലേൽ കൊന്തേ പൊട്ടിയില്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ചതികളും വഞ്ചനകളും കൂടി വരുന്നു ചികിത്സയുടെ പേരിൽ മറ്റുള്ള പേരിൽ ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നു അതുകൊണ്ട് സിഹർ പോയാള് പറയും എലവണ് മാട്ടാക്കിറ മൂത്തോണ് മാട്ടാക്കിറ അപ്പുറത്തങ്ങ മാട്ടാക്കിറ എട്ട സൈഡിലാറുണ്ടു ബെൽത്ത സൈഡിലാറുണ്ടു നിങ്ങൾക്ക് ആവാത്തങ്ങാറുണ്ടു ഇങ്ങനെ കേൾക്കുമ്പോ എല്ലാവർക്കും ആവാത്തങ്ങ റായത്തിൽ എല്ലാവർക്കും ഉണ്ട് ശത്രു ഇല്ലാത്തങ്ങ ആരുണ്ടാ എല്ലാവർക്കും ഉണ്ട് ശത്രു അതുകൊണ്ട് മുത്തുമുമ്മിനിങ്ങളെ പരിഹാരം വേണ്ടതൊക്കെ ആക്കിച്ചോളി ധാരാളം ഖുർആൻ ഓതിക്കോളി നല്ലോണം ഖുർആൻ ഓതിക്കോളി സിഹറുമായി ബന്ധപ്പെടേണ്ട അൽബഖറ ഓതാം ജിന്ന് സൂറത്ത് ഓതാം മുസമ്മിൽ സൂറത്ത് ഓതാം അർ-റഹ്മാൻ സൂറത്ത് ഓതാം ഇവകളെല്ലാം വീടുകളിൽ ഓതുമ്പോ അത് വലിയ പരിഹാരമാണ് കാവലാണ് ബറക്കത്താണ് സന്തോഷമാണ് അതുകൊണ്ട് ഖുർആൻ ദിക്റുകൾ സ്വലാത്തുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ദിവസവും 100 തവണ ചൊല്ലിയാൽ അവന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100 തവണ ചൊല്ലിയാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുന്നു ജിന്ന് സൂറത്ത് മുസമ്മിൽ സൂറത്തുകൾ ഓതിയാൽ കണ്ണേറ് സിഹറുകൾ ബാത്തിലായി പോകുന്നു ധാരാളം ഇഖ്റഉൽ ഖുർആൻ നല്ലോണം ഖുർആൻ ഓതണം ദിവസത്തിൽ എത്ര ഖുർആൻ ഓതണം എന്ന് പറയാ മൊബൈൽ നോക്കുന്നതിന്റെ നേരെ ആഫ് അല്ലേ 1 മണിക്കൂർ മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ഖുർആൻ ഓതിയാൽ മതി എങ്ങനെ 24 മണിക്കൂറിൽ 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നവർ 1/2 മണിക്കൂർ ഖുർആൻ ഓതിയാൽ മതി അത് നോക്കിയിട്ട് അങ്ങനെ ഡിവൈഡ് ആക്കി ഓതി പാട്ട് ആക്കിയിട്ട് അങ്ങനെ ഓതുക ഖുർആൻ ഓതുന്നത് കാബലാണ് അതുകൊണ്ട് ഒരാൾക്കും സിഹിർ വെച്ചു പോകരുത് ഒരാൾക്കും മാട്ടം വെച്ചു പോകരുത് അത് നേരെ നിനക്കോ നിന്റെ മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ അത് തിരിച്ചടിക്കാതിരിക്കില്ല സിഹിറുമായി കളിക്കരുത് അത് ഡേഞ്ചറാണ് ഇന്ന് തൽക്കാലം ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് നങ്ങലങ്ങലത്തെ നാട്ടിലാണ്ടാവുണ്ട മന്ത്രിച്ച അപ്പസിപ്പ അല്ലേ അല്ലേ അതിന് അവരു അമ്മക്ക അട്ട അപ്പക്കാലത്ത് ഓരോരുത്തരുണ്ടാകും പൊണ്ട മന്ത്രിക്ക് അങ്ങനത്തെ അപ്പ പട്ടാക്കി ഒട്ടുപാട്ടിയ പോലെ കബറിലും അങ്ങനെ നുക്കറിനക്കീർ വന്നിട്ട് പൊട്ടിക്കുന്ന പട്ടാക്കി തലക്കടിച്ചിട്ട് പൊട്ടിക്കുന്ന പൊട്ടല്ലാന്ന് ആ രൂപത്തിലാണ് وننزل من القرآن ما هو شفاء ورحمة للمؤمنين ഖുർആൻ ശിഫയാണ് ഓതി മന്ത്രിച്ച ഗുണയില്ല എന്ത് ഗുണ കിട്ടില്ല അങ്ങനത്തെ 2000 രൂപത്തിലല്ല പടക്ക
ഇതേ പടക്ക നേരെ ഖബറിലെത്തുമ്പോ ഓർക്കണം, മരിക്കുമ്പോൾ ഓർമ്മ വേണം. സക്കറാത്തിന്റെ വേള ശൈത്താൻ വന്നിട്ട് കലിമഷാത്ത് ചെല്ലാൻ വിടൂല. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്, റബ്ബുൽ ഇസ്സത്താണ്, അത് കളവാവൂല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ല. സിഹറുമായി ബന്ധപ്പെട്ട ഒന്നിലും കൈകടത്തി പോകണ്ട. സിഹർ ഹക്കാണ്, അൽ ഐനു ഹക്കുൻ, കണ്ണേർ ഹക്കാണ്, അതൊക്കെ ഹക്കാണ്. അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാളെയും ബേജാറാക്കാൻ പാടില്ല. സന്തോഷിപ്പിക്കുക അല്ലേ? ഒരു മരിച്ച വീട്ടിലേക്കെല്ലാം പോയെങ്കിൽ നമ്മളെ വിഷയം കേൾക്കുമ്പോ ഞങ്ങളെ ഫലക്കെ കുസിയാവും. എന്നോടൊക്കെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചൊരത്ത് പോയിട്ട് നാലും കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിങ്ങ പോയിട്ട് എങ്ങനെ ഗാഡി തലയുടെ മേലിലെ പാസ്സായമാ എങ്ങനെ മോള് മരിച്ച ബേജാറിൽ കണ്ണോക്കിന് വന്നിട്ട് ഉമ്മാക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മംഗലം കഴിയാത്ത മോള് ആക്സിഡന്റിൽ മരണപ്പെട്ടു. വേറൊരു പെണ്ണുങ്ങ നാലിനെ വിട്ടിട്ട് വന്നിട്ട് കേക്കിനകത്തു തലയുടെ മേലിലെ പാസ്സായിട ഗാഡി. ഏത് ഈ ഉമ്മയിനെ മറക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. അപ്പൊ വന്നിട്ട് കേൾക്കുന്ന ടയർ മേലിലെ പാസ്സായിടേമാന്ന് സുറൂന്ന്. അങ്ങനെയല്ല, അതല്ല വേണ്ടത്. സന്തോഷിപ്പിക്കുന്ന വാക്ക് അല്ലേ? പുറത്തൊരു ഇപ്പൊ അങ്ങനെ ഇപ്പൊ മുണ്ടുമ്പോ നിക്ക് സുഖറുണ്ടാ ഈ വേറാൾക്ക് സുഖറുണ്ടും ചെല്ലിങ്ങോട്ട് കോസിയാവും. എങ്ങനെ പിന്നൊരുത്തത് സ്വിസിക്ക് വേണം, നിക്ക സുഖറുണ്ട അല്ലെ? മക്ക കൊണ്ട് അങ്ങനെ ഓണ് പൈലാണ് പൈൽ ഓണി ബേജാറില്ല. ഓണ് പൈല് ഫൈലായെങ്കിലും മക്കൾ അങ്ങനെ ചൊല്ലും. ഓണ് പൈലാണ് വലിയ ബിസിയാണ്. ഇതേപോലെ ബേസന്മാരെങ്ങനെ ഇപ്പൊ അങ്ങനെ ഇതേ വിഷയം തിന്നുമ്പോ ഇത് സുഗർക്ക് നല്ല, ഇത് സുഗർക്ക് പെടക്ക് ചെല്ലിട്ടേ വരുന്ന സീക്ക് അല്ലെ? യാറ കണക്കിനെ കാട്ടി യാറെങ്ങനെ ചെല്ലുകൊണ്ടിരിക്കും. അത് നല്ല, ഇത് നല്ലത് വേണം, തിന്നോണം, ഉണ്ടാതിരിക്കണം അല്ലെ? എല്ലാ ഡയലോഗ് അത് നല്ല, ഇത് നല്ല, ഇത് പെടക്ക്. ഓന്തെയിൽ PhD ആക്കിയ പോലെ മുണ്ടും ആരാര് ചൊന്ന ബിസി എല്ലാം കേട്ടിട്ട് അല്ലെ? പിന്നെ യൂട്യൂബെല്ലാം നോക്കിയിട്ട് കേരളത്തോട് പെണ്ണു മറിച്ചിട്ടേ പോയി എല്ലാം കൺട്രോൾ ആക്കി. കേരളത്തിൽ നോക്കിയിട്ടില്ലേ? യൂട്യൂബെല്ലാം നോക്കിയിട്ട് തടിയെല്ലാം സെറ്റപ്പ് ആക്കാൻ പോയിട്ട് സെറ്റപ്പ് മണ്ണിൽ പോയിട്ട് കെട്ടിൽ കിടന്നിട്ടുള്ള ഒരു തല വെച്ചില്ല ഇപ്പൊ അല്ലെ? തിന്നണുകയില്ല, അത്ര കൺട്രോൾ. ഏതുവാകട്ടെ സന്തോഷിപ്പിക്കും, ആൾക്കാർക്ക് കൊസിയാക്കും. പിന്നെ ഓരോരുത്തങ്ങനെ ചൊല്ല എന്ത് നേട്ടില്ല കൊസിയാക്കും. പണ്ടത്തെ ഉത്തര അപ്പുറത്തെ പറഞ്ഞ ആള് മരിച്ചു. അപ്പോ ഓന്റെ ഉമ്മാണ് മരിച്ചത്. അപ്പുറത്തെ ഭരണോ വന്നിട്ട് ചെല്ലി മറ്റേ ഭയങ്കര ബേജാറ്, മോണ് ഉമ്മ മരിച്ച ബേജാർ. ഉൾപുട്ടോണ്ട് കരഞ്ഞോണ്ടിരിക്കും മോൻ വന്നിട്ട് ചെല്ലിയാല നീ ബേജാറാക്കണ്ട, നിന്റെ മാത്രം ഉമ്മല്ല മരിച്ചത് എന്റെ ഞങ്ങളെല്ലാരും, നീ ബേജാറാക്കണ്ട. സമാധാനമല്ല. കുറെ നാൾ പോയ പിന്നെ ഓന്റെ പെഞ്ഞായി മരിച്ചു. ആരെ ഓന്റെ പെഞ്ഞായി പെട്ടെന്ന് മരിച്ചു. അപ്പുറത്തോന്റെ പെഞ്ഞായി മരിച്ചിട്ട് ഓൻ ഉൾപുട്ടോണ്ടുണ്ട്. അപ്പൊ ഓണ് ഓർമ്മയായി, ഓനെ സമാധാനാക്കണല്ലേ. ഓൻ വെച്ചാൽ നീ ബേജാറാക്കണ്ട, നിന്റെ മാത്രം പെഞ്ഞയല്ല, നല്ല പെഞ്ഞായി. നിന്റെ മാത്രം തിരിയ വൈഫല്ല, എന്റെ വൈഫ്, നീ ബേജാറാക്കണ്ട ഇട്ട പൊളി. അപ്പളെ ഏത് അപ്പൊ ചെല്ലുമ്പോ സമാധാനാക്കുമ്പോ ഒരു അന്തജ് നോക്കണം, എന്ത് ചൊന്നോണ്ടുള്ള ഒരു അർത്ഥാക്കിട്ട് ഒട്രാസി അല്ലെ? ഇപ്പൊ എന്തെന്നില്ല ഓരോരുത്തർ ഉപകാരാക്കുന്ന അങ്ങനെ അല്ലെ? എടുത്തോ പോയോടെ ഇടറു ഉസ്താദ് ഇടറു നേട്ടുണ്ടല്ലോ. ആട്ടിന ഷാറിന്റെ ഉസ്താദിന്റെ മേൽക്കേതു ബഹുമാനിച്ചു ഇടറു ഇട്ടിട്ട ലാസ്റ്റോ മേക്കേട്ടു ഉസ്താദിന്റെ മേത്ത്. അപ്പൊ ഈ രൂപ ഇങ്ങനത്തെ ഉപകാരാക്കോ കൊന്തീര, ഇങ്ങനത്തെ സമാധാനാക്കോ കൊന്തീര. ആൾമാർക്ക് എന്താക്കണം? ശരിയും തെറ്റും നോക്കി നല്ല രൂപത്തിൽ ഉപകാരം. അതായത് മുസ്ലിം ആകണമെങ്കിൽ കൈ കൊണ്ടും നാവ് കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി ഇസ്ലാമിലെ ആചാരം ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹി, തഖ്വ അതാണ്. അള്ളാന്റെ കൽപ്പനകളെ അനുസരിക്കലാണ്, അള്ളാഹു വെറുത്തതിനെ ഒഴിവാക്കലുമാണ്. റബ്ബ് തആല എന്തെല്ലാം കൽപ്പിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹും അവന്റെ റസൂലിനും എതിര് കാണിച്ച ആളുകളെ പറ്റിയിട്ട് അള്ളാഹു അവന് കാലകാലം നരകം കൊടുക്കുകയാണ്. ഖാലിദം ഫീഹാ വലഹു അദാബും മുഹീൻ. വളരെ മോശമായ അദാബോൻക്കുണ്ട്. അള്ളാഹ്ക്കും റസൂലിനും എതിര് കാണിക്കാൻ പാടില്ല. ഉസ്താദിനെ പേടിക്കുന്നു, ഹാജാറെ പേടിക്കുന്നു, ഔലിയാക്കന്മാരെ പേടിക്കുന്നു, എല്ലാരെയും പേടിക്കുന്നു. അള്ളാനെയും അവന്റെ റസൂലിനെയും പേടി വേണം, ഇഷ്ടവും വേണം, പേടിയും വേണം. എല്ലാം കാണുന്ന അള്ളാഹു, എല്ലാം അറിയുന്ന അള്ളാഹു, ജീവൻ തന്ന അള്ളാഹു, മരണം നൽകുന്ന അള്ളാഹു, മക്കളെ തന്ന അള്ളാഹു, നമുക്കെല്ലാം എല്ലവും തന്ന അള്ളാഹു, ചോദിക്കാതെ നമുക്ക് ഇസ്ലാം തന്ന അള്ളാഹു.
അല്ലേ? അവനിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ട ആ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, കരുണ ചെയ്യുന്ന റബ്ബ് അല്ലാഹു. ആ അല്ലാഹുവിന്റെ കൽപ്പനകൾ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് ഉപകാരമുള്ളതല്ലാത്ത ഒന്നും അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. നമ്മളോട് വേണ്ടാണ് പറഞ്ഞതൊന്നും നമുക്ക് വേണ്ടതും അല്ല. അല്ലേ? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്യണം. നിസ്കാരം ഒന്നും കളാവാൻ പാടില്ല. സുബഹിയടക്കം കളാകാൻ പാടില്ല. ഏത് ഉറൂസാണെങ്കിലും, അതല്ല പ്രതിഭട്ടനയാണെങ്കിലും, മീലാദാണെങ്കിലും, ഏത് കാര്യപരിപാടിയാണെങ്കിലും നിസ്കാരം കളാകാൻ പാടേ ഉള്ളതല്ല. പിന്നല്ലേ ക്രിക്കറ്റ്, ഫുട്ബോള്, കളി, തമാശ, വേണ്ടാത്തരം റീൽസുകൾ കണ്ടിട്ട് പാതിരാ നേരം വരെ, അല്ലെ? ഇന്നത്തെ നെറ്റും കഴിഞ്ഞ് ഇനി നാളത്തെ നെറ്റ് 12 മണിയാകുമ്പം വരോ, അതും പകുതി തീർന്നിട്ട് മുക്കാല് തീർന്നിട്ട് പിറ്റേന്ന് സുബൈ കണ്ടിട്ട് ഇതാ ഇണ്ടത്തെ നെറ്റ് 65 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട് പയ്യക്കൊണ്ടിട്ട് കയറ്റിയിട്ട്. അങ്ങനെയല്ല, അങ്ങനെ ആവരുത്. ഒരൊറ്റ നിസ്കാരവും കളായി പോകരുത്. ഒരു നിസ്കാരത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് കൊല്ലം നരകത്തിൽ കടക്കേണ്ടി വരും. നിസ്കാരം ചെറുതല്ല. ഉമ്മ പെങ്ങളെ, നിസ്കാരം നിങ്ങൾ അനാവശ്യമായി കളാക്കി കളയുമ്പോ, നിസ്കാരത്തിന് 2ാം നമ്പർ കൊടുക്കുമ്പോ അള്ളാന്റെ അടുക്കൽ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല. സാബിത്തുൽ ബുന്നാനി തങ്ങൾ ആയിരുന്നില്ലേ, റബ്ബേ മരിച്ചിട്ടും നിസ്കരിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഖബറിൽ വെച്ചിട്ട് എനിക്ക് നിസ്കരിക്കണം അല്ലാ. ഞമ്മക്ക ഉസ്താദ് ഇന്ന് 1.5 മിനിറ്റ് ലേറ്റ് തരാവി, 1.5 മിനിറ്റ് ലേറ്റായി, ഇത്ര കറക്റ്റ്. എങ്ങനെ? അങ്ങനെയാണ്. അതല്ല, നിസ്കാരത്തിൽ നമുക്ക് നല്ല താല്പര്യമുണ്ടാകണം, നിസ്കാരത്തിലെ ആവേശമുണ്ടാകണം. നിസ്കാരം വളരെ മർമ്മമാണ്. നമ്മൾ മുസ്ലിമാണോ? നിസ്കാരം ഒഴിവാക്കതല്ല. രോഗമുണ്ടെങ്കിലും സമാധാനമുണ്ടെങ്കിലും സമാധാനമില്ലെങ്കിലും നമ്മുടെ ഏതവസ്ഥയിലാണെങ്കിൽ പോലും എന്ത് വേണം? നിസ്കാരം മുറുകെ പിടിക്കണം. അല്ലാഹു നീ ഖൈർ നൽകണം അല്ലാ.